ഉച്ചയ്ക്ക് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഡാമിൽ നിന്ന് പിടിച്ച 2 മീൻ മേടിച്ചിട്ടുണ്ട്, നന്നാക്കാൻ പറ്റുമെന്ന്. ഞാൻ 2 മീനല്ലേ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ സംഭവം കൊണ്ടുവന്നപ്പോഴല്ലേ മനസ്സിലായത് 2 മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിലോ ഉണ്ടായിരുന്നു. ഇത്ര വലിയ മീൻ നന്നാക്കിയുള്ള പരിചയം എനിക്കില്ല കേട്ടോ. എന്നാലും ശരി, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്നാക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി അത് അത്ര എളുപ്പമല്ലാന്ന്. ഒന്നാമത് ഡാമിലത്തെ മീനായതുകൊണ്ടാണെന്ന് അറിയില്ല, കയ്യിൽ നിന്ന് നന്നായി വഴുക്കി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മീൻ നന്നാക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നല്ല മൂർച്ചയുള്ള കത്തിയും കത്രികയാണ്. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് നന്നായി അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞു. പിന്നെ അതിൻ്റെ ചിറകും വാലൊക്കെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തലയുടെ ഭാഗമാണ് മുറിച്ചെടുത്തത്. അപ്പോൾ അത് തല നമ്മൾ കളയില്ല, ആ ഭാഗം കുറച്ച് പോർഷൻസൊക്കെ ഞാൻ എടുക്കും നമുക്ക് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കുടലും അതിൻ്റെ വയറിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വയറിൻ്റെ ഭാഗം ഞാനൊന്ന് മുറിച്ചു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ വയറിൻ്റെ ഭാഗം മുറിച്ച് കൊടുക്കുമ്പോൾ ഒരു വീതിയുള്ള ഭാഗം പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ഇങ്ങനെ പീസായിട്ട് തന്നെ മുറിച്ച് ഇങ്ങോട്ട് മാറ്റി, എന്നിട്ട് അതിനെയും വീണ്ടും 2 പീസായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും മീൻ കറി വെക്കുന്നതിലേക്ക് ഇടാം. ബാക്കിയുള്ള മീനെ നല്ല സൈസായിട്ട്, അതായത് ഓരോന്നും ഒരേ അളവിലുള്ള സൈസുകളായിട്ട് മുറിച്ച് ഞാൻ അങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ കത്തി മുറിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മുറിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാതും ഞാനങ്ങനെ മുറിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ മീൻ നന്നാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല, എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണോ നന്നാക്കാമെന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നന്നാക്കി നല്ല കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഇത്തിരി നേരം പുരട്ടി വെക്കും. എന്നിട്ടാണ് കഴുകിയെടുക്കണേ. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. വിനാഗിരി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെളിമണവും അതിലുള്ള അഴുക്കൊക്കെ വേഗം പോവും, മീൻ നന്നായി വെളുത്തൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി നല്ല പീസാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഞാനൊരു 1/2 കിലോ മീനാണ് എടുക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്കാണ് സ്പെഷ്യൽ മസാല ഉണ്ടാക്കുന്നത്. മസാലയിൽ ഞാനൊരു 10 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 4 വറ്റൽമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ചേർക്കുന്നത്. എല്ലാം കൂടി മിക്സിയിൽ നന്നായി ഞാൻ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ അരച്ചെടുത്തതും പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഞാൻ മീനിലേക്ക് നന്നായി പുരട്ടി വെക്കുന്നുണ്ട്. പുരട്ടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും മിനിമം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കില്ല. പിന്നെ അതൊരു പ്രത്യേക മസാല തന്നെയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഞാനിങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചീഞ്ചട്ടി നന്നായി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളൊക്കെ ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുത്തു. സംഭവം വെളിച്ചെണ്ണയിൽ അത് മുരിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക മണമായിരുന്നേ. ആ സ്മെല്ല് നല്ല നമുക്ക് ചോറുണ്ണാൻ തന്നെ തോന്നും ആ നേരത്ത്. അപ്പോൾ അത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് മറിച്ചിടുക. പിന്നെ ഇത്തിരി മുരിച്ചെടുക്കുകയായിരിക്കും നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമിലത്തെ മീനായതുകൊണ്ട് തന്നെ അതിനൊരു ചെളിമണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്.